എല്ലാവർക്കും നമസ്കാരം. സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. കേരളം വീണ്ടും കടമെടുക്കുന്നു. 3000 കോടി രൂപയാണ് കടമെടുക്കുന്നത്. കടപ്പത്രം പുറപ്പെടുവിക്കുന്നതിനായുള്ള ലോൺ ജൂൺ 3-ന് റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനം വഴി നടക്കുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാലൻ അറിയിച്ചു. ശമ്പള പെൻഷൻ വിതരണത്തിനാണ് 3000 കോടി കടമെടുക്കുന്നത്. ഏപ്രിൽ 29-ന് കേരളം 2000 കോടി കടമെടുത്തിരുന്നു. മെയ് മാസം 4000 കോടി കേരളം കടമെടുത്തു. മെയ് 20-ന് 2000 കോടിയും 27-ന് 2000 കോടിയുമാണ് കടമെടുത്തത്. ജൂൺ 3-ന് എടുക്കുന്ന 3000 കോടിയുടെ കടം കൂടെ ആകുമ്പോൾ ഈ സാമ്പത്തിക വർഷം കടമെടുപ്പ് 9000 കോടിയിലേക്ക് കുതിച്ചു. കേരളത്തിന് ഈ ഡിസംബർ വരെ 29,529 കോടി കടമെടുക്കാം. ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിൽ നിന്ന് അന്തിമ അനുമതി ലഭിച്ചു കഴിഞ്ഞു. സാമ്പത്തിക വർഷം ഡിസംബർ വരെ കടമെടുക്കാൻ അനുമതി ലഭിച്ചത് 21,523 കോടിയായിരുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ 8,276 കോടി കൂടുതൽ ഇത്തവണ കടമെടുക്കാം. സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തരോൽപാദനത്തിന്റെ 3% ഒരു വർഷം കടമെടുക്കാൻ ആകുന്നത്. അതനുസരിച്ച് 39,876 കോടിയാണ് കേരളത്തിന്റെ വായ്പാ പരിധിയിൽ നിശ്ചയിച്ചത്. ഇതിനു പുറമെ വൈദ്യുത മേഖലയിലെ പരിഷ്കാരങ്ങൾക്കുള്ള പ്രോത്സാഹനമായി 0.5% കൂടി അനുവദിക്കും. 6 ലക്ഷം കോടിയിലേക്ക് കുതിക്കുകയാണ് കേരളത്തിന്റെ കടബാധ്യത. പെൻഷൻ കമ്പനിയുടെയും കിഫ്ബിയുടെയും ബാധ്യതയാണ് കേരളത്തിന്റെ കടം 6 ലക്ഷം കോടിയിലേക്ക് ഉയർത്തിയത്. ഇതുകൂടാതെ 2 ലക്ഷം കോടിയുടെ കുടിശ്ശികയും സർക്കാരിനുണ്ട്. ജീവനക്കാർക്കും പെൻഷനുകാർക്കും മാത്രം 1 ലക്ഷം കോടിയുടെ കുടിശ്ശികയുണ്ട്. ക്ഷേമ പെൻഷൻ, ക്ഷേമനിധി ബോർഡ്, കർഷക, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, കരാറുകാർ എന്നിവരുടെ കുടിശ്ശികയും 1 ലക്ഷം കോടി കവിഞ്ഞു. എന്തിനാണ് ഇത്രയേറെ കടങ്ങൾ എന്ന് ചോദിക്കുന്നവരുണ്ടാവാം. കേരളത്തിന് കടമെടുത്തേ മതിയാവുകയുള്ളൂ. അങ്ങനെ കടം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസ്ഥയാകും പിണറായി സർക്കാരിനും. സാലറികൾ മുടങ്ങും, പെൻഷനുകൾ മുടങ്ങും, അങ്ങനെ നിരവധി കാര്യങ്ങളും മുടക്കം വരും. അതുകൊണ്ട് തന്നെ കടമെടുത്തിട്ടായാലും പെൻഷനുകളൊക്കെ കൊടുത്തേ മതിയാവുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.